എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മാവൻ സ്വന്തം മരുമോളെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നിരിക്കുന്നു. എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്? അതായത് സ്വന്തം പെങ്ങളുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ പുറത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊന്നു. എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാണ്ട് മൂങ്ങിക്കൊണ്ടവൻ ജീപ്പിൽ കയറി പോകുന്നുണ്ട്, ഞാനാ കൊന്നതെന്നും പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പവിത്രമായിട്ടുള്ള സഹോദര ബന്ധം വരെ ഇപ്പം ഒന്നും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഭയങ്കര വിഷമം വരുന്നത്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അയ്യോ, നമ്മുടെ നാടൊക്കെ എന്തൊരു കിടിലൻ നാടാണ്, നമ്മളെല്ലാം ഭയങ്കര സാക്ഷരത നിറഞ്ഞ ഭയങ്കര ജനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്ന നമുക്ക് തന്നെ ഇതാ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കഥയിലേക്ക് വരികയാണെങ്കിൽ, ശ്രീതു എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ശ്രീതു എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പെണ്ണുങ്ങളുടെ അനിയൻ, ഇവർ തമ്മിൽ എന്തൊക്കെയോ അവിഹിതമായിട്ടുള്ള പരിപാടികൾ. അവസാനം ശ്രീധുവിൻ്റെ ഭർത്താവ് വീട്ടിൽ വന്ന സമയത്ത് ഈ ചങ്ങായിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് ഈ അനിയന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി ഇവൻ കിടന്നപ്പം ഉറക്കം വരുന്നില്ല അവന്. അതായത് രാത്രി കിടക്കുന്ന സമയത്ത് ഇവന് ഉറക്കം വരാതെ ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിൽ കൊണ്ടിട്ട് കൊന്ന്. സന്തോഷം ആയല്ല, അവൻ്റെ എല്ലാം അതോടുകൂടി പൂർത്തിയായി. ഇനി അവന് സമാധാനത്തോടു കൂടി നടക്കാം. ഇവൻ്റെയൊക്കെ മൈൻഡ് എന്ത് മൈൻഡാണ്! ഇവനെല്ലാം ഏതോ ജ്യോത്സ്യൻ്റെ വാക്ക് കേട്ടിട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു ജ്യോത്സ്യനെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ജ്യോത്സ്യനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ജ്യോത്സ്യം പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് മുമ്പ് വേറൊരു കഥയും കൂടി ഉണ്ട്. ഈ പറയുന്ന ശ്രീധുവിന് 10-30 ലക്ഷം രൂപേൻ്റെ കടമുണ്ട്. ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവരെന്ത് ചെയ്തു, വേറൊരു കള്ളക്കഥയും കൂടെ ഇറക്കി. അതായത് വീട്ടിൽ വെച്ചിരുന്ന സ്വർണം, 30 ലക്ഷം രൂപേൻ്റെ സ്വർണ്ണമോ പണമോ എന്തോ കട്ടോണ്ട് പോയി എന്നെല്ലാം പറഞ്ഞിട്ട് പോയി കേസ് കൊടുത്തു. അവസാനം ആ കേസ് പിൻവലിക്കേണ്ടി വന്നു. കാരണം അതൊരു വ്യാജ പരാതിയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കാരണം 30 ലക്ഷം രൂപയെല്ലാം വീട്ടിൽ കൊണ്ടേ വെക്കണമെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഉണ്ടാവണം. അങ്ങനെ ആ 30 ലക്ഷം രൂപേൻ്റെ കഥ അവിടെ പൊളിഞ്ഞ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പം ഈ ഒരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പുറകിൽ ഈ പറയുന്ന അമ്മയും എന്തായാലും ഉൾപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇവർ തമ്മിലുള്ള ചാറ്റ് നോക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മനസ്സിലായത്, ഇതെന്തോ സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ. അതായത് ഒരു അമ്മ പെറ്റ അല്ലെങ്കിൽ ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയും 2 മക്കളാണ് ഈ പറയുന്ന ശ്രീതും ഹരികൃഷ്ണനോ എന്തോ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചങ്ങായി. അങ്ങനെ ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് ഇരയായതാരാണ്? ഈ പറയുന്ന 2.5 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞ് ഇവരുടെ ഇടയിൽ ജനിച്ചു എന്നൊരു തെറ്റല്ലാതെ വേറെ എന്ത് തെറ്റാണ് ഈ കുഞ്ഞ് ചെയ്തത്? എന്നിട്ട് അനുഭവിക്കേണ്ടി വന്നതോ? ജീവിതത്തിലേക്കൊന്ന് നടന്ന് പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും സ്വന്തം കൂടപ്പറപ്പ് എന്ന് തന്നെ വേണം പറയാം. സ്വന്തം അമ്മാവൻ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം മോനെ പോലെ അല്ലെങ്കിൽ മോളെ പോലെ കൊണ്ട് നടക്കുന്ന ആളാണ് അമ്മാവന്മാർ എന്ന് പറയുന്നത്. ആ സ്വന്തം അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറയുന്ന ആള് കൊണ്ടുപോയി കൊല്ലുക എന്നൊക്കെ പറയുമ്പം, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഒരു കേസുകളിലും ഈ ഒരു ജ്യോത്സ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മന്ത്രവാദി എന്ന് പറയുന്ന ഒരു ചങ്ങായി കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കേസിലും അത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നെന്മാറയിൽ 2 പേരെ കൊന്നത് ആ ചങ്ങായിൻ്റെ പുറകിലും ഈ പറയുന്ന ജ്യോത്സ്യനാണ്. ഈ ജ്യോത്സ്യന്മാരെല്ലാം രക്ഷപ്പെടും. ജ്യോത്സ്യന്മാർ വന്നിട്ട് പൈസയും മേടിച്ചിട്ട് മുടി നീട്ടി വളർത്തിയ ആളാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് അവന്മാർ പൈസയും മേടിച്ചിട്ട് പൊടിയും തട്ടി പോകും. അവസാനം ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇതാണ് പരിപാടി, ഇവരെന്ത് പറയുന്നു അതേപോലെ ചെയ്യുക. അതോടുകൂടി അവരുടെ ജീവിതം സഫലമായല്ലോ. എന്തൊരവസ്ഥയാണ്! ഭയങ്കര സാക്ഷരതയാണ്, നമ്മുടെ 100% സാക്ഷരതയുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ തലയ്ക്കകത്ത് ചെളി വാരി നിറച്ചിട്ട് തിന്നും. അതായത് ചോറും ഉണ്ട് ചെളിയും നിറച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടീം. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇനി ഇവനെ പതിയെ പോറ്റും. നമ്മുടെ സർക്കാർ ചെലവിൽ നമ്മുടെ ജയിലിൽ കൊണ്ടുപോയിടും. എന്നിട്ട് ഡെയിലി ചപ്പാത്തി ചിക്കൻ കറി എല്ലാം കഴിച്ച് നല്ല കിടലിനായിട്ട് തടിയെല്ലാം വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇറങ്ങും. ഇതേപോലെ പരോളിനും അല്ലെങ്കിൽ ജാമ്യം എല്ലാം കിട്ടിയിട്ട് ഇറങ്ങും. എന്നിട്ട് നോക്കും ആരൊക്കെയാണ് നല്ല രീതിയിൽ ജീവിക്കുന്നത്, അവന്മാരെയും കൂടി അങ്ങോട്ട് തട്ടിയേക്കാം എന്നൊക്കെ വിചാരിച്ച് വീണ്ടും ഇവന്മാർ പരിപാടി തുടങ്ങും. അതാണ് നെന്മാറയിൽ നടന്നത്. ഇതേപോലെ തന്നെയാണ്. ഇവന്മാരൊന്നും ഒരു ദയം അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു പൊടി മനസ്സലിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തിന് തോന്നും. എന്നിട്ട് അവൻ മൂങ്ങിക്കൊണ്ടാണ് വണ്ടിയിൽ കയറി പോകുന്നത്, പോലീസ് ജീപ്പിൽ കയറി പോവുക മൂങ്ങിക്കൊണ്ട്. എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്? ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് യാതൊരു വിധത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. അതായത് ഇവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇത് ചെയ്തതെങ്കിൽ പോലും
ഇതിൽ ഈ പറയുന്ന പെങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്, ജ്യോത്സ്യനും ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനം ജ്യോത്സ്യനെ വെറുതെ വിടും, ഈ പറയുന്ന പെങ്ങളെ വെറുതെ വിടും, അത് തന്നെ ഇവനെ മാത്രം കൊണ്ട് ഇട്ട് തീറ്റിപ്പോറ്റും. അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന എല്ലാ കേസിലും, ഗ്രീഷ്മൻ്റെ കേസ് എടുത്താലും നെന്മാറയിലെ കേസ് എടുത്താലും എല്ലാത്തിലും ആഹാ കുറിയും വരച്ച് അല്ലെങ്കിൽ കവടിയും നിരത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനോ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ തലയിൽ എന്ത് മാങ്ങാത്തിലിയാണ് നിറച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പിടുത്തം കിട്ടാത്തത്. ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം പോയി ചെയ്യുക. എന്നിട്ട് അവന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് വിചാരം. എടോ, ഇതൊക്കെ കാണിച്ചിട്ട് സ്വന്തമായിട്ട് ഇതേപോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം? കൂട്ടത്തിലുള്ള ഒരു കൂടപ്പിറപ്പിനെ അല്ലെങ്കിൽ ഒരു പിഞ്ച കുഞ്ഞിനെ എല്ലാം കൊന്നിട്ട് കിട്ടുന്ന സന്തോഷത്തിൽ നിനക്കൊക്കെ ആജീവനാന്തം ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇനി ജീവിക്കാം. ഇനി ഈ പറയുന്ന ജ്യോത്സ്യനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജയിലിൽ കഴിയാം. ജയിലിൽ കഴിയുന്നൊന്നും വലിയൊരു സംഭവം അല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ജയിലിൽ പോകുന്നതൊക്കെ ഒരു വെറുതെ ഒരു പിക്നിക്ക് പോകുന്ന പോലെ പോവുക ഇറങ്ങുക, പോവുക ഇറങ്ങുക, അവസാനം കുറച്ച് വർഷമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത്രയും വർഷമായില്ലേ പതിയെ വിട്ടേക്കാം എന്നും പറഞ്ഞിട്ട് അവന്മാരെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും അവന്മാർ സമൂഹത്തിൽ ഇറങ്ങും. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഉടായ്പെല്ലാം കാണിച്ച് ഇങ്ങനെ നടക്കും. എന്ത് പറയാനാണ് ശ്രീധു, ഹരികൃഷ്ണൻ, ഇവൻ്റെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഇങ്ങനൊരു നിലവിട്ടിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വാർത്ത കണ്ടപ്പം എന്തെന്നില്ലാത്ത എനിക്കിങ്ങനെ എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ, ഇതിനു മുമ്പും കേസുകൾ കണ്ടിട്ടുണ്ട്. അമ്മേനെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന അമ്മ, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്ന അമ്മ. എന്നാലും സ്വന്തം അമ്മാവനൊക്കെ, അതായത് സ്വന്തം പെങ്ങളുടെ മോനെയൊക്കെ അല്ലെങ്കിൽ മോളെയൊക്കെ ഇതേപോലെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്ത് വിഷമായിരിക്കും? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊള്ളാം. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കിടിലിനാണ്. ഇപ്പോൾ നമ്മുടെ വേറൊരു സ്വാമി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഗോപാലൻ സ്വാമി. ഗോപാലനല്ല, ഗോപൻ സ്വാമി. ഗോപൻ സ്വാമീൻ്റെ അടുത്തോട്ട് ആളുകൾ ഒഴുകുവാണെന്നാണ് പറയുന്നത്. ആര്? ഈ ഗോപൻ സ്വാമിയാണ് പറയുന്നത്. അല്ല, ഗോപൻ സ്വാമീൻ്റെ മക്കളാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലൊക്കെ ഗോപൻ സ്വാമീൻ്റെ അടുത്ത് നിന്നപ്പം ഒരു കുഞ്ഞു പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇതാണ് ഇവരുടെയൊക്കെ ചിന്ത. അതായത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവിടെ ഒരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടും എന്നുള്ളൊരു വിശ്വാസം. ഇതാണ് ഇവന്മാരെ പോലുള്ള ഈ ഇമാതിരി പരിപാടി ചെയ്യുന്ന ജ്യോത്സ്യന്മാരാണെങ്കിലും മന്ത്രവാദികളാണെങ്കിലും ഇവരുടെയൊക്കെ മനസ്സിൽ ഇതാണ് ചിന്ത. അതായത് എന്തെങ്കിലുമൊക്കെ രണ്ട് ഡയലോഗൊക്കെ തട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ അനുസരിക്കാനും പൈസ ഇറക്കാനൊക്കെ ആളുകൾ വരും എന്നുള്ള ഒരു ചിന്തയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെല്ലാം ഇവിടുന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. അതായത് ഈ പറയുന്ന മന്ത്രവാദം അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മാന്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരെല്ലാവരും അല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഇവന്മാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവും, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും എന്നൊക്കെ പറയുന്ന കുറേ ടീമുണ്ട്. അതായത് നിങ്ങൾ മുടി മൊട്ടയടിച്ച് ഇവിടെ എന്താ പറയുക തലകുത്തി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാല് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം കിട്ടും, ഈ തലമുടി മുറിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം കിട്ടും എന്നൊക്കെ പറയുന്ന കുറേ ടീമുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവസാനം അഴി എണ്ണേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇവന്മാരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതും നമ്മളെപ്പോലുള്ള പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ സാക്ഷരത നിറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം കൂടിയിട്ടുള്ള ടീമുകളൊക്കെ തന്നെയാണ്. കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടുപോയി ഇവന്മാരുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നവരല്ലേ. അങ്ങനെയുള്ളവരെ തന്നെ പറഞ്ഞാൽ മതി. ഇവന്മാർക്ക് ഇതൊരു കച്ചവടം, അത്രേ ഉള്ളൂ. ഈ ഗോപൻ സ്വാമിൻ്റെ കേസ് തന്നെ കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളിപ്പോൾ ഇങ്ങനെ പാത്രവും ഇങ്ങനെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭണ്ണാരപ്പെട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഗൂഗിൾ പേൻ്റെ മറ്റേ ഇത് സ്കാനറെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം വരും ദൈവത്തെ ധ്യാനിക്കാൻ വേണ്ടി ആളുകൾ, എൻ്റെ അച്ഛനെ ധ്യാനിക്കാൻ വേണ്ടി ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിടക്കുന്ന ദൈവം, ഈ ദൈവത്തെ കാണാൻ ആളുകൾ വരും എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് മക്കൾ. ആ മക്കളെ വിശ്വസിച്ച് നാനാഭാഗത്തു നിന്നും ഗോപൻ സ്വാമിയേ എന്നും പറഞ്ഞ് വരുന്ന കുറേ ടീം. നമുക്ക് ഓൾറെഡി ഒരുപാട് ദൈവങ്ങളുണ്ട്. പണ്ട് മുതലേ ഉള്ള കുറേ ദൈവങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് മനുഷ്യന്മാരായിട്ട് കുറേ ദൈവങ്ങളെയും കൂടി ഇതേപോലെ ഉണ്ടാക്കി വിടുന്നത്. അത് കണ്ട് വിശ്വസിച്ച് കയ്യിലുള്ള പൈസ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള നല്ല പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ, നോർത്ത് ഇന്ത്യ മാത്രമല്ല ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള വാർത്തകൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാർത്തയെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കേസ് കണ്ടപ്പം
കുറച്ച് 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 നല്ല കുറച്ചധികം, അതായത് സ്വന്തം ആങ്ങളെയും പെങ്ങളും, എന്നിട്ട് പെങ്ങളുടെ മോളെ, എൻ്റെ പൊന്ന് ഹരികൃഷ്ണ, ഒന്നും പറയാനില്ല.